ഹായ്. ഇന്ന് നമ്മൾ വീടിൻ്റെ അവിടേക്ക് പോകും കേട്ടോ. വീട് പണി നടക്കണം കൊടുത്ത് അവിടെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്. കുറച്ച് ഇഷ്ടികകളൊക്കെ വേണം. അപ്പോൾ അത് ഇറക്കാൻ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇറക്കിയിട്ട് എങ്ങനെ നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾക്ക് ഇന്ന് അതും ഒന്ന് കാണാം. അതിൻ്റെ കൂടെ ഞാനൊരു റെസിപ്പി വീഡിയോയും കൂടി ഉണ്ട് കേട്ടോ. അഥവാ ഒരു ചാപ്സ്, മട്ടൻ ചാപ്സ് പറയുമ്പോൾ നമുക്ക് ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. കാരണം ഞങ്ങൾ മോങ്ങത്തായിരുന്നു താമസം ആദ്യം ചെറുതാവുമ്പോൾ കേട്ടോ, ചൈൽഡ്ഹുഡ്. അപ്പം മദ്രസിലൊക്കെ പഠിക്കണ സമയത്തേ രാത്രി മദ്രസ് വിട്ടിട്ട് ഞാൻ എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോകും. പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവരല്. ടൗണിലാണ് മദ്രസ്. അപ്പോൾ ഈ മദ്രസിൻ്റെ മുന്നിലൊരു ഹോട്ടലുണ്ട്. അപ്പോൾ രാത്രി ഇപ്പം പറയും, നീ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാറ്. അപ്പോൾ അവരോട് പറയുകയും ചെയ്യും. അങ്ങനെ പോയിട്ട് മട്ടൻ ചാപ്സും നല്ല പൊറോട്ടയും. അപ്പോൾ ആ ഒരു ഓർമ്മയാണ് എനിക്ക് വരിക കേട്ടോ. ചാപ്സിക്ക് മട്ടനായാലും മട്ടനായാലും ബീഫായാലും ചെയ്യാം. പക്ഷേ അന്ന് മട്ടനാണോ ബീഫാണോ കഴിച്ചതൊന്നും ഓർമ്മയില്ല. കാരണം 4ാം ക്ലാസ് 5ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയമല്ലേ. അപ്പോഴത്തെ അതൊന്നും ഓർമ്മയില്ല. അപ്പോൾ അതിക്ക് പൊറോട്ടയാണെങ്കിലും ശരി, ചപ്പാത്തി ആണെങ്കിലും വെള്ളപ്പാണെങ്കിലും എന്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ, ഏതൊക്കെയായാലും. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റുകളൊക്കെ ഒന്ന് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ചാപ്സ് ഒന്ന്. ഓക്കെ, അപ്പം എന്നാൽ നമുക്ക് കണ്ടാലോ. ഫുള്ള് പൈസ മൂപ്പിന് അതിലുണ്ടാക്കി. ഇനി 1.5 ഏക്കർ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ അവിടെ. നല്ല ആവി വറക്കണ കല്ലാണ് കേട്ടോ. കുറച്ച് ഇങ്ങോട്ട് നിന്ന് നോക്ക് പൽപ്പ്. നീ എന്തിനാ അവിടെ പോയി നിൽക്കണം? ഇവിടെ ചൂട പൊളിച്ചത് എടുത്തിട്ട് വരുന്നോണ്ടേ നല്ല ചൂടാണ്. ഭയങ്കര കഷ്ടമായിട്ടുണ്ട് കറക്കാൻ. തണുക്ക് സുഖം, എനിക്ക് കഷ്ടമായി. അപ്പോൾ ഇവിടെ കല്ലിറക്കാൻ വന്നപ്പോൾ നമ്മളത് ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഒരു ചോപ്സ് ചെയ്യാൻ പോവാണ് കേട്ടോ, മട്ടൻ ചോപ്സ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത് കേട്ടോ. കുരുമുളക് നല്ല എരിവിനുണ്ടല്ലോ, അപ്പോൾ അത് ഒരു കളറിന് പോലെ വേണ്ടിയിട്ടാണ്. പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ, പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലം ഒക്കെ 2-3 എണ്ണം വെച്ചിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. ചെറുതായിട്ട് 1 കിലോ മട്ടനേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ളതാണ് കേട്ടോ. 1 തക്കാളി, 4 പച്ചമുളക്, പിന്നെ ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. 3 എണ്ണം എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത്രയാണ് കേട്ടോ. മട്ടന് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൗഡറും ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കുക്കറിലിട്ട് 2 വിസിൽ വരുത്തിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് തൈരും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയാണ് കേട്ടോ. കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും. നമുക്ക് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയാണ്. എണ്ണ ചൂടാകുമ്പോഴേക്കിന് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചത്. നമ്മൾ ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലം എന്നിവ ഇട്ടിട്ട് പൊടിക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം, പിന്നെ ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം കേട്ടോ. നെയ്യ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നല്ലത് വെളിച്ചെണ്ണയാണെന്ന് എനിക്ക് തോന്നി. പിന്നെ നെയ്യായാലും കുഴപ്പമൊന്നുമില്ല. സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ. സവാള നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്നവരെ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റിയാൽ പെട്ടെന്ന് മൂത്ത് വരും. ഇഞ്ചി വെളുത്തുള്ളി
ഒന്ന് ചതച്ചെടുത്തതാട്ടോ. നമ്മൾ ഈ പേസ്റ്റാക്കി എടുക്കണേലേറെ നല്ലത് ചതച്ചിട്ടിട്ട് ഇടുന്നതാണ്. ഞാൻ മിക്സിയിൽ തന്നെയാണ് ചതച്ചെടുത്തത്. ഒന്നും കൂടെ കറക്കി എടുത്തിട്ടുള്ളൂ. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വന്നപ്പം എല്ലാ മസാല പൗഡറുകളും ഇട്ടും കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി, ഇത്രയും സംഭവം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. മസാല പൗഡറൊക്കെ ഇട്ട് മൂപ്പിക്കുമ്പോൾ തീയൊന്ന് കുറച്ച് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. മസാലയൊക്കെ മൂത്തപ്പോഴേക്ക് ഒരു തക്കാളി ചെറുതായി സ്ലൈസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അത്. അതും കൂടി ഒന്ന് ചേർത്ത് വഴറ്റിയെടുക്കാം. മട്ടൻ്റെ കുറച്ച് ഗ്രേവി ചേർത്തിട്ട് ആ മസാലകളൊക്കെ ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ അത് അടിയിൽ കരിഞ്ഞു പിടിക്കും. പിന്നെ ആ കുറച്ച് ഒരു 4 പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മട്ടനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു കിഴങ്ങും കൂടിയും വലിയ പീസാക്കിയിട്ട് വേവിച്ചെടുത്തിരുന്നു. ഇവിടെ എല്ലാവർക്കും കിഴങ്ങ് ഏതായാലും ബീഫായാലും മട്ടനായാലും ഒക്കെ കിഴങ്ങ് അതിലിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ചോപ്സ് ഉണ്ടാക്കണത്. അത് വേണമെന്നൊന്നുമില്ല കേട്ടോ, അത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഞാനത് ചേർത്ത് കൊടുത്തതെന്നുള്ളൂ. മട്ടൻ ചേർത്ത് കൊടുത്ത് നല്ലതായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വരട്ടെ. എന്നിട്ട് നമുക്ക് തൈരും മല്ലിയിലയും കുറച്ച് ഗരം മസാല പൗഡറും ഒരു നുള്ളു കുരുമുളക് പൗഡറും എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ തൈര് ആഡ് ചെയ്തിടണം കേട്ടോ. എന്നിട്ടൊന്ന് ഇതാക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മൾ തൈരും ആഡ് ചെയ്തു. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ കഴിഞ്ഞു കേട്ടോ. കുറച്ച് മല്ലിത്തൂളും കൂടി, മല്ലിത്തൂളല്ല മല്ലി ഇലയും കൂടി ഇട്ടാൽ ഓക്കെ ആയി. അങ്ങനെ നമ്മളെ ചോപ്സ് റെഡി കേട്ടോ. അങ്ങനെ നമ്മളെ മട്ടൻ ചോപ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ ചപ്പാത്തിയാണ് കേട്ടോ റെഡിയാക്കിയിരിക്കുന്നത്. ചപ്പാത്തി കട്ടൻ ചായയാണ്. നൈറ്റാണ് കേട്ടോ ഇതിൻ്റെ ഫുഡ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ട് എന്നുള്ളത് കേട്ടോ. എന്നിട്ട് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ.